ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയിലത്തെ വിശേഷമാണ്. ഇന്ന് ചൊവ്വാഴ്ച ഔസേപ്പിത അന്തോണീസ് പുണ്യാളുടെ ദിവസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റു. നമ്മുടെ പതിവ് പോലെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഇത്തിരി നേരത്തെ എണീക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എമ്പുരാൻ കാണാൻ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ കുട്ടികളെ പ്ലേ സ്കൂളിലാക്കിയതിന് ശേഷം ചാക്കോച്ചനെ അക്കീടെ അവിടെ ആക്കിയതിന് ശേഷം ഞങ്ങൾ ഡാഡിയും ഡോണും ഞങ്ങൾ 3 പേരും കൂടിയിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് വേഗം പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. അപ്പോൾ കറക്റ്റ് പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. ഇന്നലെ കിടക്കുമ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ടൊക്കെ കിടന്നത്. 8:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിക്കുക. 9 മണി കഴിയുമ്പോഴേക്കും പോസ്റ്റ് ചെയ്യാനായിട്ട് ഡാഡി ഇപ്പോൾ 9 മണി തൊട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പോസ്റ്റ് ചെയ്യുക. പിന്നെ 9:30 ആകുമ്പോൾ നമ്മുടെ പിള്ളേർസിനെ കൊണ്ടുപോവുക, ഡോൺ പിള്ളേരെ കൊണ്ടുപോവുക, കുഞ്ഞാളെ അക്കിയുടെ അവിടെ കൊണ്ടുവന്നാക്കുക. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. കറക്റ്റ് നടന്നു കേട്ടോ. ചില സമയത്തൊന്നും നടക്കാറില്ല, പക്ഷേ ഇന്ന് നടന്നു. അങ്ങനെ രാവിലെ എണീറ്റ് നമ്മുടെ പതിവുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ വലിയ തിക്കും തിരക്കും ബഹളമൊന്നുമില്ല. ഇന്നലെ നമ്മൾ നാളെ ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് വിചാരിച്ച് ഒരുങ്ങുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാം. പക്ഷേ ഇടുത്തോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് പോകേണ്ടി വരുന്ന അവസ്ഥയിലാണ് നമ്മൾ ഒന്നും കഴിയാണ്ട് അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകേണ്ട ഒരു അവസ്ഥ വരിക കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ വേഗം കുട്ടികളുടെ ഫുഡൊക്കെ പിള്ളേർ പാക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇവർ മറ്റേ സമ്മർ ക്യാമ്പിന് പോകുന്നുണ്ട് 2 പേരും കേട്ടോ. അപ്പോൾ കുറേ പേർക്കൊരു സംശയമുണ്ട്, ഈ വീട്ടിൽ നോക്കാൻ മടിയായിട്ടാണോ കുട്ടികളെ സമ്മർ ക്യാമ്പിന് വിടണേ? അങ്ങനത്തെ കുറേ അത് ഈ എന്താ പറയുക വിവരമില്ലാണ്ട് ചോദിക്കുന്ന കുറേ പേരുണ്ടല്ലോ. നമുക്ക് സ്ഥിരം കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്ന കാര്യമാണ്, വീട്ടിൽ നോക്കാൻ മടിയായിട്ടാണ്, എനിക്ക് നോക്കാൻ മടിയായിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൂട്ടർ വരും. അപ്പം നമ്മൾ നോക്കാൻ മടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ആ സമ്മർ ക്യാമ്പിന് കൊടുക്കുന്ന ആ കാശ് പോരെ നമുക്കൊരാളെ വെച്ച് അകത്ത് കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ അങ്ങനെയല്ല. നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ പറ്റുന്നവർ ഇപ്പം നമ്മളുടെ ഇവിടെ ടൗണിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതാത് പ്രായത്തിനനുസരിച്ചുള്ള എല്ലാ ക്യാമ്പുകളും കാര്യങ്ങളും ഓരോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ കുട്ടികൾക്ക് ഒരു കൃത്യവും കണിച്ചുണ്ടാവും. അല്ലാണ്ട് തോന്നുമ്പോൾ എണീക്കുക, തോന്നുമ്പോൾ കിടക്കുക, അല്ലെങ്കിൽ തോന്നുമ്പോൾ കഴിക്കുക, അങ്ങനെ ഇല്ലാണ്ട് ഒരു കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ കുട്ടികളിലുണ്ടാവും. അവർക്കും സന്തോഷം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ തോമു പോയി കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നു. പാച്ചു ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ പാച്ചു ഇന്ന് അപ്പാപ്പൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ടാണ് കരച്ചിൽ കേട്ടോ. അപ്പോൾ സാധാരണ അപ്പാപ്പനാണല്ലോ കൊണ്ടുപോകാറ്. അപ്പോൾ ഇന്ന് ഡോണാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോൺ പിള്ളേരെയും കൊണ്ട് പോയിട്ട് അവിടെ നിന്ന് തിയേറ്ററിലേക്ക് വരിക. ഞങ്ങളിവിടെ നിന്ന് ഡാഡി പോസ്റ്റിങ് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ അക്കിയുടെ അവിടെ ഇപ്പോൾ ചാക്കോച്ചനെ കൊണ്ടുവന്നാക്കി ഞങ്ങളെയും കൊണ്ട് നേരെ തിയേറ്ററിലേക്ക് വരാം. ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ വിചാരിച്ച പോലെയൊക്കെ നടന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഒക്കെ കയ്യിൽ നിന്ന് പോയിന്ന്, പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല. നമ്മുടെ തോമുവിൻ്റെ മുടി വെട്ടിയിട്ട് കണ്ടു, വേറെ കുട്ടിയായില്ലേ. അപ്പോൾ ഇന്നലെ നടന്ന സംഭവമാണ് കേട്ടോ തോമുവിൻ്റെ മുടി വെട്ട്. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവരെ വിട്ടു. അപ്പോൾ എനിക്ക് തൊണ്ട ഒരു ഇത്തിരി കിച്ചുണ്ട്, ക്ഷമിക്കാം കേട്ടോ. ഞാനപ്പോൾ ഇന്നലെ വീഡിയോ ഞാൻ ചിലപ്പോഴേ ഇടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു പറ്റില്ല. അതായത് എൻ്റെ പരിചയമുള്ള കുറച്ച് കുട്ടികൾ, ഗ്രൂപ്പിലെ കുട്ടികളായാലും എനിക്ക് പേഴ്സണലി ഉള്ള കുട്ടികളായാലും, അപ്പോൾ ഞാൻ ഓർണമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് സംസാരിക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അവരോട് ഞാൻ സംസാരിച്ച് നാളെ ചിലപ്പോൾ വീഡിയോ ഉണ്ടാവില്ല, എനിക്ക് ശബ്ദമില്ല എന്ന് പറഞ്ഞു. അതങ്ങനെ പറയല്ല ആൻറ്റി, കുറച്ചായാലും അത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമല്ലേ, അപ്പോൾ എന്നാൽ പിന്നെ ശബ്ദം വോയിസ് റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക്. ഞാൻ പറഞ്ഞില്ല എനിക്ക് തൊണ്ടവേദനയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. അതെനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വന്നൊരു ചെറിയ പിഴവാണ്. കാരണം ഞാൻ 2 ദിവസം മുമ്പ് നല്ലോണം രാത്രിയായിട്ട് ഞാൻ തലയിൽ എണ്ണ ഇട്ടിട്ട് കുളിച്ചു. അത് കുളിക്കാൻ കുറേ ലേറ്റായി, കിടക്കണ നേരത്തെ കുളിച്ചത്. അപ്പോൾ നിറയിൽ എണ്ണ ഇട്ടുണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്കുണ്ട് നിറയിൽ, എനിക്ക് മാത്രമല്ല ഡിമ്പിളിനും ഉണ്ട് ആ പണി. നിറയിൽ നിറച്ച് എണ്ണ ഇടും. എന്നിട്ട് കുളിക്കുമ്പോൾ അന്നത്തെ ദിവസം ഉണ്ടല്ലോ കണ്ണ് നേരത്തോടെ അടയും, എണീക്കാനും ലേറ്റാവും. അങ്ങനെയാണ്. അപ്പോൾ ഒന്നിട്ടിട്ടൊന്ന് പറഞ്ഞതാട്ടോ. അപ്പോൾ അന്ന് കിട്ടിയതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ തൊണ്ടവേദനയും ഈ ഒരു കിച്ചും നീരിറങ്ങാമെന്ന് പറയില്ല, ഇതാണ് സംഭവം. അല്ലാണ്ട് പനിയോ അല്ലെങ്കിൽ ചുമയോ അങ്ങനത്തെ വേറെ ഒന്നും ഇതുവരെ ഇല്ല, ദൈവം സഹായിച്ചിട്ടോ. അങ്ങനെ സാധാരണ ആൻസൺ നമ്മുടെ പാച്ചു പോണതിൻ്റെ മുമ്പാണ് ഫോൺ ചെയ്യാറ്, വീഡിയോ കോൾ ചെയ്യാറ്. പക്ഷേ ഇന്നെങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിനെയും തോമുവിനും ഇത്തിരി നേരത്തെ വിട്ടു. അപ്പോൾ അതുകൊണ്ട് കോൾ ചെയ്യുമ്പോൾ കുട്ടികൾ ഓൾറെഡി അവിടെ ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഓരോരുത്തരും ഓരോ സെക്ഷൻ, ഡിവൈൻ ചാക്കോച്ചനെ പറഞ്ഞയക്കാൻ, പിന്നെ ഡാഡി പോസ്റ്റിങ്ങിൻ്റെ കാര്യത്തിന് പോയി, ഡിമ്പിൾ കിച്ചനൊക്കെ ഒന്ന് ഒതുക്കി. അപ്പോൾ ഞാൻ നമ്മുടെ 2 മറ്റേ ന്യൂട്രി ബാർ എടുത്ത് കൈ പിടിച്ചേക്കാം. കാരണം
എപ്പോഴും ഞാൻ എൻ്റെ ബാഗിൽ കരുതുന്നത് ഒരു ബോട്ടിൽ വെള്ളം, ഇത് പിന്നെ ഒരു ടവൽ, ഇത് മൂന്നും എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ മൗത്ത് ഫ്രഷ്നർ, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എന്തെങ്കിലും എപ്പോഴെങ്കിലും വെക്കും. കാരണം കുട്ടികൾ ഏത് നേരത്തെ ചോദിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഡാഡി അവിടെ ഹെൽമെറ്റ് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ അമൻ, അതായത് റോസിൻ്റെ മോൻ, നമ്മൾ തക്കുടു എന്ന് വിളിച്ചത്, ഇനി തക്കുടു എന്ന് വിളിക്കില്ല, അമൻ തന്നെ വിളിക്കണം. കാരണം അവൻ 10ാം ക്ലാസ് എഴുതിയിരിക്കുക. ഇനി അവൻ വലിയ കുട്ടിയാണ്. അപ്പോൾ നമ്മളത് ആ പേര് വിളിക്കുമ്പോൾ മാക്സിമം, പക്ഷേ വായിന്ന് അതേ വരുള്ളൂ. പക്ഷേ നിങ്ങളാരും ആ പേര് വിളിക്കേണ്ട, അവൻ്റെ പേര് അമൻ എന്നാണ് കേട്ടോ. ഞങ്ങൾക്ക് വരുമ്പോൾ ആ പേര് തന്നെ വരുള്ളൂ. പക്ഷേ എന്താ പറയുക, പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവന് വെക്കാനായിട്ടുള്ള ഹെൽമെറ്റ് ഡാഡി ഓൾറെഡി ക്ലീൻ ചെയ്ത് വെക്കുക, വലിയ ഡാഡിക്ക് കൊടുത്തയക്കുക. വലിയ ഡാഡിയുടെ മറ്റേ ഹെൽമെറ്റ് അവിടെ ഇരിക്കണേന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിത് നടയിൽ കുരിശൊക്കെ വരച്ച് ഞങ്ങളിത് ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടാവുന്നു. അപ്പോൾ വെള്ളമൊക്കെ കൈ പിടിച്ച് അത് ഡോറിൻ്റെ മറ്റേ കാറിൻ്റെ ഡോർ പാഡിൽ ഇടുള്ളൂ കേട്ടോ. അല്ലാണ്ട് ബാഗിലോ അങ്ങനെ എടുക്കില്ല. എന്തെങ്കിലും വഴിയിൽ എന്തെങ്കിലും അത്യാവശ്യം വേണ്ടി വന്നാൽ എന്ന രീതിയിൽ ഞാൻ എപ്പോഴും ഇടുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് യാത്ര തുടർന്ന് ഞങ്ങൾ പോണത് ഗാനം തിയേറ്ററിലേക്കാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ വീഡിയോ എടുത്തതിൽ ഗാനം തിയേറ്ററിൽ പോയിട്ടുള്ള ഒരു സംഭവം ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ അടുത്തൊന്നും ഗാനത്തിലേക്ക് പോയിട്ടില്ല. മുമ്പൊക്കെ എപ്പോഴും പോകും. പിന്നെ എപ്പോഴും നമ്മൾ ഡോണിൻ്റെ ഫ്രണ്ട്സിൻ്റെ മറ്റേ ആമ്പല്ലൂർ ശ്രീലക്ഷ്മിയിലേക്കൊക്കെയാണ് എപ്പോഴും പോവാറ്. അങ്ങനെ ഇത് നടത്തുന്ന സെൻറ്റർ. അപ്പോൾ ഞങ്ങൾ ഈ സമയം ശരിക്കും അധികം യാത്ര ചെയ്യാത്തൊരു സമയം എന്നെ സംബന്ധിച്ചിട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള സമയം, നല്ല വെയിലും. അങ്ങനെ ഞങ്ങൾ ഗാനം തിയേറ്റർ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്ന് നെല്ലികുന്ന് സെൻറ്റർ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ്, സെൻറ്റർ പള്ളി എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ പോയി കുറച്ചിടെ എത്തുമ്പോൾ റൈറ്റിലേക്ക്, അവിടെയാണ് മുമ്പ് നമ്മുടെ ഡോണിൻ്റെയൊക്കെ വിജയേട്ടൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് അവിടെ നിന്ന് മാറി ഹൈലൈറ്റ് മോളിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ ഗാനം തിയേറ്റർ. അപ്പോൾ അത് പുതുക്കി പണിത് ഇതിന് വേണ്ടിയിട്ട് നല്ല ഇതിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെ പോകാമെന്ന് വെച്ചു. കാരണം ശോഭയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ താളം മൊത്തം തെറ്റും. കാരണം കുട്ടികളുടെ ക്ലാസ് കഴിഞ്ഞ് കൊണ്ടുവരേണ്ട സമയം ഒക്കെ തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാവാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിത് ഇങ്ങനെ ഇവിടേക്ക് പോയത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗാനം തിയേറ്റർ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പ്ലോട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്ക് തൊണ്ടയിലൊരു കിച്ച് കിച്ചുണ്ട്. അപ്പോൾ ഞാൻ ഒരു തുണ്ട് ചായ കുടിച്ചിട്ട് ഓടി വരാം, അല്ലെങ്കിൽ അത് ഇങ്ങനെ ചുമച്ച് നിൽക്കും. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നേരം ഉണ്ടാവാറുള്ളൂ വീഡിയോ. ഇന്ന് കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പോൾ കുറച്ചായപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നി തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളുടെ വീഡിയോ, നമ്മളുടെ ഫോണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണം. എന്നാൽ പിന്നെ ഒന്ന് നിർത്തി ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് പോരേന്ന്. ഞാൻ ഇന്ന് ചായ കുടിക്കണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എന്നെക്കൊണ്ട് കുടിപ്പിച്ചു ചായ കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഗാനം തിയേറ്ററിൽ വന്നിറങ്ങുമ്പോൾ ഒരു ഓട്ടോയിൽ ഒരു ചേച്ചി, ഇത് എനിക്ക് വിളിക്കാൻ പറ്റില്ല, ഒരു ഇറങ്ങി, ആ മോള് വന്നിറങ്ങി. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതാ കുറേ നാൾ കഴിയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അകത്ത് കയറിയപ്പോൾ ആൾ ഓടി വന്ന് ഡിമ്പിളിനെ കണ്ട് സംസാരിച്ചപ്പോൾ കൂടെയുള്ളവർ ഫ്രണ്ട്സ് ആവുമല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് പറയണത് ചേട്ടനീത്തിമാരാന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ അവർ 3 പേരെയും ഒന്നിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു വിഷമമായിരുന്നു. വിഷമം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഓർമ്മകൾ കേട്ടോ. ഞങ്ങൾ 3 ചെടിത്തനീത്തിമാർ ഇതുപോലെയായിരുന്നു. 3 പേരും എവിടെയെങ്കിലുമൊക്കെ ഒന്നിച്ച് പോവുക വരിക, ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ അധികം നാളെ ആ സന്തോഷം നീണ്ടു നിന്നില്ല. ഇപ്പോൾ റോസിൻ്റെ മമ്മി മൂത്ത ചേച്ചി പോയിട്ട് ഇപ്പോൾ എന്താ പറയുക 6 വർഷമായി. അപ്പോൾ രണ്ടാമത്തെ ചേച്ചി ഇപ്പോൾ വീൽ ചെയറിലാണ്. അപ്പോൾ ഞാൻ ഇവരെ കണ്ടപ്പോൾ അപ്പോൾ ഡിമ്പിളും പറയായിരുന്നു, നിങ്ങൾ 3 പേരും കൂടി വെക്കേഷനാകുമ്പോൾ അമ്മമ്മേരെ അടുത്ത് ഞങ്ങളെ ആക്കിയിട്ടൊരു പോക്ക് പോവില്ലേ, പോയിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് കയറി വരണ ഒരു കാര്യം മമ്മി എനിക്ക് ഇവരെ കണ്ടപ്പോഴും ഓർമ്മ വന്നേന്ന്. അപ്പോൾ ഞാൻ കുറേ നേരം പിടിച്ചു നിന്നെങ്കിലും പിന്നെ ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ അത് പറഞ്ഞു. കാരണം ഞാൻ അവിടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവരും വിചാരിക്കും ഇതെന്താ ഞങ്ങളെ ഇങ്ങനെ നോക്കണേന്ന്. അപ്പോൾ ഞാൻ അവരോട് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ 3 പെൺമക്കളാണ്, നിങ്ങളും 3 പെൺകുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ ഒരു സന്തോഷം. അവിടെ 3 സ്ഥലത്തുനിന്ന് വന്നിട്ട് ഒന്നിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് സിനിമയ്ക്ക് കാണാൻ, അതൊക്കെ വളരെ അപൂർവം ഇപ്പോൾ കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു കാര്യമായിട്ടോ. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. ഈ 3 പൂക്കൾ, ഞങ്ങളെ 3 പൂക്കൾ എന്നാണ് പറയുക. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ ഇതറിയില്ല എനിക്ക് ചാനലുണ്ടെന്നോ വീഡിയോ എടുക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു ഞാനൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പരിചയമുള്ള ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരോട് പറയണം കേട്ടോ, ഒരു സർപ്രൈസ് ഉണ്ട്, ഇങ്ങനൊരു വീഡിയോയിൽ ഈ 3 പൂക്കളുണ്ട് എന്ന് പറയണം കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. പിന്നെ എനിക്ക് സംസാരിക്കാൻ എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ എനിക്ക് എന്താ പറയുക,
ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ 3 പേരെ അവർ 3 പേരിൽ കണ്ടു. അങ്ങനെ ഞങ്ങളിതേ പോപ്കോണൊക്കെ ഇൻ്റർവെല്ലായപ്പോൾ പോപ്കോണൊക്കെ വാങ്ങി, പിന്നെ സമോസ, മുട്ട, മറ്റേ പപ്സ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ്. അതൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ സ്വതവേ ഇത്തിരി കൂടുതലാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ എന്താ പറയുക സിനിമയൊക്കെ കണ്ട്. അപ്പോൾ സിനിമയുടെ കാര്യം പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല. അപ്പോൾ ഒരുവിധം എല്ലാവരും റിവ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ റോസയും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ റിവ്യൂ പറയാനൊന്നും അറിയില്ല. പക്ഷേ ഒരു വട്ടമെങ്കിലും ഈ സിനിമ കണ്ടിരിക്കണം എന്നെനിക്കൊരു ആഗ്രഹം. കാരണം എല്ലാവരും നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനൊന്നും എളുപ്പമല്ല. ഇത് ഞാൻ കുട്ടികളോട് തമാശയ്ക്ക് പറഞ്ഞു, നമ്മൾ കാശ് കൊടുത്ത് പോയാലും നമ്മൾ ബൈ റോഡ് അതായത് താഴത്ത് കൂടെ പോയി, ഇത് മോളിൽ നിന്നുള്ള വ്യൂ ആണ് മൊത്തം നമ്മൾ കാണുന്നുണ്ടായത്. എത്ര രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ ടെക്നീഷ്യൻസിൻ്റെ ആയാലും ക്യാമറ ആയാലും ലൈറ്റിംഗ് ആയാലും മേക്കപ്പ് ആയാലും കോസ്റ്റ്യൂം എല്ലാ സെക്ഷനും ഏറ്റവും ഭംഗിയായിട്ട് ഒരു സിനിമ. അത് എന്താ പറയുക, മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ. പിന്നെ അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയം ഉണ്ടോ അതോ, എനിക്ക് ഒന്നാമത് രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനും അറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു സിനിമ കാണുന്ന പോലെ കണ്ടു ഇറങ്ങിപ്പോന്നു. നേരെ നമ്മുടെ പിള്ളേർസിനെ കൊണ്ടുവരാനായിട്ട് പോയി. അപ്പോൾ ഡിംപിൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നല്ലോ പോയിട്ട്. അപ്പോൾ ഡിംപിൾ പോയിട്ടാണ് കുട്ടികളെ കൊണ്ടുവന്നത്. അപ്പോൾ മാമിനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഇന്ന് പാച്ചുവിന് പൂൾ ഡേ ആയിരുന്നു. അപ്പോൾ നാളെയാണ് തോമൂന് പൂൾ ഡേ, അതായത് ചൊവ്വാഴ്ചയാണ് തോമൂന് പൂൾ ഡേ. അപ്പോൾ അതൊക്കെ വെക്കേഷനായപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ അതൊക്കെയാണ് കേട്ടോ ഭയങ്കര സന്തോഷം. അപ്പോൾ പാച്ചുവിൻ്റെ വീഡിയോസ് അയച്ചിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോസ് അയക്കുക. അപ്പോൾ അതിൽ പൂൾ ഡേയിലുള്ള കളിയും ബഹളമൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കുറേ കുട്ടികൾ കൂടിയിട്ട് അപ്പോൾ അവർ ഷെയർ ചെയ്യാൻ പഠിക്കും. പിന്നെ കെയറിങ്ങും ഷെയറിങ്ങും അതാണ് മെയിനായിട്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടത്. അത് ഒക്കെ ഇങ്ങനെ പോകുമ്പോഴാണ് അവർ പഠിക്കുക മെയിനായിട്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു കഴിച്ചിട്ട് അക്കിയുടെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അല്ല, ഭക്ഷണം വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിച്ചതിന് ശേഷം അക്കിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഡിംപിൾ പറഞ്ഞത് അത് ശരിയാവില്ല, വീട്ടിൽ പോയി കഴിഞ്ഞാൽ മടിയാവും, ഒരാൾ ഉറങ്ങി ഒരാൾ അങ്ങനെയായി എന്ന് പറയുമ്പോൾ പ്രശ്നമാവും. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് നേരെ അക്കിയുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ അവിടെ 1-2 മണിക്കൂർ നമുക്കവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി. അപ്പോൾ ഡോണ അവിടെ നിന്നേ മടങ്ങിപ്പോയി. ഞങ്ങൾ 2 വണ്ടിയിലായിട്ടല്ലേ വന്നേ. അപ്പോൾ ഞങ്ങൾ വേഗം ഇവിടെ ഞങ്ങൾ എന്താ പറയുക, അമ്മച്ചി മരിക്കണ സമയം തൊട്ട്, അതായത് 11 കൊല്ലമായി അമ്മച്ചി മരിച്ചിട്ട്, അപ്പൊക്കെ ഞങ്ങൾ വന്നിരുന്നതാണ് ഈ ഫുഡ് കോർട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ കയറണം എന്നൊരു നിർബന്ധമാണ്. ഇതിലേ പോകുമ്പോൾ ഞാൻ ഇവിടെ കയറിയാൽ മതി എന്ന് പറയും. പിന്നെ വേറൊരു കാരണം കൂടിയുണ്ട്, നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഞാനൊരു ഇതിനു വേണ്ടി ഒന്നും പറയണതല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ എപ്പോഴും അവിടെയൊക്കെ കയറാം. അപ്പോൾ ഞങ്ങൾ ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫ്രൂട്ട്സിൻ്റെ കടയിൽ കയറി. ഇവിടെ നിന്നാണ് നമ്മൾ മറ്റേ കട്ട് പീസുകൾ മറ്റേ ഫ്രൂട്ട് കട്ട്സും ജ്യൂസിൻ്റെ മുന്തിരി, വൈനിടാൻ മുന്തിരി ഒക്കെ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കുക. നമ്മുടെ കാളത്തോട് പള്ളിയുടെ ആ വശത്താണ്, ലെഫ്റ്റ് സൈഡിലാണ് ഈ സംഭവം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടും. അല്ലാത്തതാണെങ്കിൽ അവർ കൊണ്ടുപോകണ്ടെന്നും പറയും കേട്ടോ. അവർ ഫ്രഷ് ജ്യൂസ് നമുക്ക് അപ്പം അടിച്ച് തരും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ച് പിന്നെ നമ്മൾ വിട്ടത് അക്കിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ നമ്മുടെ ചാക്കോച്ചൻ ഞങ്ങളെ കാത്തിരിക്കുമല്ലോ. ചാക്കോച്ചൻ അറിയില്ല. ചാക്കോച്ചൻ അപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു ഉറങ്ങുകയാണെങ്കിൽ ഇപ്പം പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പറഞ്ഞു ഇല്ല, അവിടെ അമ്മൻ്റെ കൂടെ നല്ല കളിയാണ്, അവൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ നേരെ അവിടെ പോയിട്ട് ഉറങ്ങുകയാണെങ്കിൽ എന്നാൽ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചാൽ, കാരണം അവൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവന് സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടിയാണ് കേട്ടോ നമ്മൾ കടന്നു പോണത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഞാൻ ഈ മെയിനായിട്ട് ഈ സംഭവം കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ബന്ധുക്കൾക്കായാലും ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനായാലും അവർക്കറിയില്ല ഞാനും അക്കിയും തമ്മിൽ താമസിക്കുന്നത് എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ വഴി. ഭാവൻസ് കഴിഞ്ഞ് ആദ്യം എൻ്റെ വീട് വരും. അത് കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ റൈറ്റ് സൈഡിലേക്കൊരു വഴിയുണ്ട്. ഈ വഴിയിൽ ചെന്ന് മുട്ടുമ്പോഴാണ് അക്കിയുടെ വീട്, ലെഫ്റ്റ് സൈഡിൽ, അതായത് ഡാലിയുടെ വീട് കേട്ടോ, പോൾസേട്ടൻ്റെ വീട്, ഡാലി പോൾസൻ്റെ വീട് അങ്ങനെ പറയുക. കാരണം ഇനിയിപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞിട്ട് അടുത്ത ആളുടെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇനി പ്രശ്നം വേണ്ട. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ വീട്. അങ്ങനെ ഞങ്ങളിതാ കയറിയപ്പോൾ എപ്പോഴും മെയിൻ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ടാവും, ചെറിയ ഗേറ്റാണ് തുറക്കാട്ടോ. ചെറിയ ഗേറ്റിൻ്റെ നേരെ മുമ്പിലാണ് വാതിലും. അപ്പോൾ അക്കിക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാതും കാണുകയും ചെയ്യാം. അങ്ങനെ ചാക്കോച്ചൻ ഞങ്ങളെ കണ്ടപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ ആനയിക്കുന്ന പോലെയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അമൻ. അപ്പോൾ നിങ്ങൾ ഇതുവരെ വേറെ പേരിലല്ലേ കേട്ടിരുന്നത്, ഇന്ന് തൊട്ട് ഞങ്ങൾ അവനെ അമൻ എന്ന് പ്രഖ്യാപിച്ച് പേര് വിളിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലെ നടയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ
എന്താ പറയുക, എവിടെയും കാണാത്ത രൂപങ്ങളാണ് ചേച്ചിയുടെ നടയിൽ. ഞാൻ എപ്പോഴും പറയും യൂദാസ്ലീഹയുടെ രൂപം, പിന്നെ നമ്മുടെ വല്ലാർപാടത്തമ്മയുടെ രൂപം, ഇതൊക്കെ ഇവിടെയാണ് മെയിനായിട്ട് കാണുക. എന്നാൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ നട കാണിച്ചപ്പോൾ കുറേ പേര് ചോദിച്ചു ഈ രൂപങ്ങൾ എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ. അപ്പോൾ ചേച്ചിയുടെ കയ്യിലുള്ള രൂപങ്ങളാണ് അത് കേട്ടോ. അങ്ങനെ അതേ 3 ആളും കൂടിയിട്ടുള്ള കളിയാണ്. പിന്നെ 4ാമത്തവനും വന്നു, ചാക്കോച്ചനും വന്നു. അപ്പം ഞങ്ങൾ പറയായിരുന്നു ഞങ്ങൾ 3 പേർക്ക് കൂടിയിട്ട് 5 പേരക്കുട്ടികളാണ്. ഈ 5 പേരക്കുട്ടികൾക്ക് കൂടിയിട്ട് 7 പേരക്കുട്ടികളാണ്. ഈ 7ഉം ആൺകുട്ടികളാണ്, ഒരു പെൺകുട്ടി പോലും അവിടെ ഇല്ല. അപ്പോൾ ഞാൻ പറയായിരുന്നു ഇപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇവർ എല്ലാവരും ഇവിടെ ഉണ്ടാവും. ഈ വരുമ്പോഴുള്ള അംഗം എനിക്കറിയില്ല, 7 ആൺകുട്ടികൾ കൂടിയിട്ട്. അതായത് അവൻ മൂത്തതാണെങ്കിൽ ഏറ്റവും ചെറുത് ചാക്കോച്ചനാണ്, ഇതിൻ്റെ ഇടയിൽ 7 എണ്ണം. അപ്പം ഞാനിവനോട് പറയായിരുന്നു, മുമ്പ് ഇങ്ങനെ ഒക്കത്തെടുത്ത് നടന്ന കുട്ടിയാണ് ഇവനിപ്പം ഞാൻ നോക്കണമെങ്കിൽ ഇങ്ങനെ താഴ്ത്തുനിന്ന് മുകളിലേക്ക് നോക്കണം എന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ അവൻ ഇപ്പോൾ 10th എക്സാം എഴുതിയിരിക്കുകയാണ് കേട്ടോ. ദൈവം സഹായിച്ച് നല്ലൊരു മോനാണ്, എപ്പോഴും ഇതുപോലെ തന്നെ പോട്ടെ. നമ്മൾ എന്താ പറയുക, 7 ആൺകുട്ടികളും അതെ ഇപ്പോൾ ദൈവം സഹായിച്ച് ഒക്കെ ഒരു കഴിവനാണ്. ഞങ്ങളുടെ മൂത്ത ചേട്ടൻ മാതൃകയാവേണ്ട ഒരു ചേട്ടനാണ്, അവൻ നല്ലൊരു മോനുമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, അവനോട് കുറേ നേരം ചിരിച്ച് കളിച്ച് എനിക്ക് ഇവരെ കാണുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി കുറേ ആരോമലായിട്ട് വളർത്തിയ ഒരു മോനാണ്. പക്ഷേ അധികം നാൾ പറ്റിയില്ല എന്ന് മാത്രം. അപ്പോൾ എന്തോ എൻ്റെ മനസ്സിലെപ്പോഴും അവനൊരു പ്രത്യേക സ്ഥാനമാണ്. എനിക്കങ്ങനെ പറയാനൊന്നും അറിയില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ അവനൊരു എന്താ പറയുക, ഒരു സ്ഥാനമുണ്ട് കേട്ടോ. അത് ബാക്കി 6 പേരോട് ഇല്ല എന്നല്ല, എന്തോ എനിക്കങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ആദ്യത്തെ കുട്ടിയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വാസന്തി ചേച്ചിയുടെ ചേട്ടൻ, ഭർത്താവിൻ്റെ ചേട്ടൻ മരിച്ചിട്ട് ആ ഒരു ഇതിലാണ് ചേച്ചി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ വിഷുവിന് ചേച്ചി പോവും. അപ്പോൾ കുറേ ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും സാരില്ല എന്നുകൊണ്ട് ഞാൻ നിർബന്ധിച്ചെടുത്ത 2 ഫോട്ടോ ആണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അക്കിയുടെ ഗാർഡൻ കണ്ടത്. ഓച്ചു കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിറച്ചുണ്ട്. ഞാനും ഈ പറഞ്ഞ പോലെ 1 മാസത്തോളമായി ഇങ്ങോട്ട് വന്നിട്ട്. സംഭവം തൊട്ടടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഒന്ന് ഫ്രീ ആകുമ്പോഴല്ലേ ഓടി വരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ചേച്ചിയോട് പറയാം എന്ത് സാധനം ഉണ്ടെങ്കിലും, അപ്പോൾ എന്തോ വിത്ത് തരാൻ നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു സാരല്ലേ, ഇവിടെ നിന്ന് എപ്പോഴും അങ്ങോട്ടും ഡാഡി ഓടി വരണതല്ലേ, അപ്പോൾ തന്നയച്ചാൽ മതി, ഇനിയിപ്പോൾ തിക്കും തിരക്കടിച്ചിട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ വസന്ത ചേച്ചി പറഞ്ഞത്, ഇതേ അപ്പുറത്ത് മാവും പ്ലാവും വെച്ചിട്ടുണ്ട്, മോളും വീടിൻ്റെ അവിടെ കിണറിൻ്റെ അവിടെ വെക്കാറുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ്. എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ദേ പോയി നോക്കിയപ്പോൾ നല്ലൊരു പ്ലാവും നല്ലൊരു മാവും. അപ്പോൾ അത് ശരിക്കും ചട്ടിയിലാണ് ഇവിടെ വെച്ചേക്കണം. അപ്പം ഞാൻ വിചാരിച്ചു വല്ല മറ്റേ ഡ്രമ്മൊക്കെ കിട്ടുകയാണെങ്കിൽ വെച്ചാൽ അവിടെ ഇരുന്നോളും. അപ്പോൾ ഇത് ഇവിടെ അടുത്ത് നിന്ന് തന്നെയാണെന്നാണ് പറഞ്ഞത്, മൂർക്കനിക്കരയിൽ നിന്ന് വാങ്ങിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും അത് വാങ്ങിക്കണമെന്നുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചത് ഇതല്ല, ഇത്രയും വയ്യാണ്ടല്ല, ഇങ്ങനെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇത്രയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യണമെന്നല്ല, ചേട്ടനെ കൊണ്ടായാലും വസന്തേച്ചിയെ കൊണ്ടായാലും ചെയ്യിക്കാമെന്നെങ്കിൽ എനിക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നാണ് ഞാൻ ചിന്തിച്ചത് കേട്ടോ. സംഭവം കുറേ തിരക്കൊക്കെ നമ്മളുടെ ലൈഫിലുണ്ടെങ്കിലും ഇതൊരെണ്ണം വാങ്ങി വെച്ച് ഈ വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ അത് ഒഴിച്ച് കഴിഞ്ഞാൽ അതൊരു മരമായി നിന്ന് കഴിഞ്ഞാൽ അതൊരു നല്ലതല്ലേ. എന്തെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും 2 മാങ്ങ പറിക്കാനോ ഒരെണ്ണം കിട്ടിയാലും നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ നമ്മൾ പറയില്ല, ഓരോരുത്തരെ കാണുമ്പോഴാണ് നമുക്കത് ചെയ്യണം എന്ന് തോന്നുകയെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതൊന്ന് വാങ്ങി, ഇന്നും നാളെയൊന്നും നടക്കും തോന്നുന്നില്ല, നടക്കുമ്പോൾ നടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ചിരിയും ബഹളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം വീണ്ടും പോയത് കേട്ടോ. കഴിഞ്ഞ് ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ നമ്മുടെ വീട്ടിലേക്കാണ്. അപ്പോഴാണ് ഒരു കൊറിയറുകാരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഗേറ്റിൻ്റെ അപ്പുറത്ത് കൂടി ഇട്ടോ ഞങ്ങളിതാ എത്തുകയായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ തിരിച്ചുള്ള വഴി, അതായത് ഇടവഴിയിൽ നിന്ന് മെയിൻ റോഡിലേക്ക്, ഇടവഴിയല്ല സ്ട്രീറ്റാണ്, മെയിൻ റോഡിലേക്ക് കടന്നു. ആ റോഡ് അങ്ങനെ നേരെ പോകുമ്പോൾ ഒരു ശരിക്ക് ലെഫ്റ്റ് സൈഡിൽ ആണ് നമ്മളുടെ വീടിരിക്കണത് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ബന്ധുക്കൾക്കും പിന്നെ റിലേറ്റീവ്സിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ക്ലിയറായിട്ട് വീഡിയോ പറഞ്ഞത്. അപ്പോൾ കണ്ടമാനം എന്നെ അറിയുന്ന കുറേ പേര് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഒരറിവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ വരുമ്പോൾ അനിയത്തിയുടെ വീട്ടിലും കൂടി കയറാമല്ലോ എന്നുള്ളൊരു പ്ലാൻ അവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ആര് വന്നാലും ഉടനെ എന്നെ അറിയിക്കും, ഞാൻ അവിടെ പോവും, ഞങ്ങൾ ഒന്നിച്ച് കുറേ നേരം സ്പെൻഡ് ചെയ്യും, അങ്ങനെയാണ് ചെയ്യുക. ചേച്ചിക്ക് ഓടി ഇങ്ങോട്ട് വരാൻ പറ്റില്ല, പക്ഷേ എനിക്ക് അങ്ങോട്ട് ചെല്ലാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഡിവൈൻ ആ പാർസലും കൊണ്ട് ഓടി പോവാണ് കേട്ടോ അകത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി
അപ്പോൾ ദേ നിങ്ങൾ എന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു താക്കോൽ വെക്കണ സ്ഥലം മാറ്റിക്കോളൂ എന്ന്. ഇത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ 2 താക്കോലാണ് കൊണ്ടുപോകുക. അതിലൊരെണ്ണം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് ഡോണിന് വരാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ട് പോയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ താക്കോൽ വെച്ച് പോകാറില്ല. അന്നാൾ ഡിമ്പിളുടെ ഏതോ ഒരു വീഡിയോയിൽ അങ്ങനെ കണ്ടിട്ട് കണ്ടമാനം പേര് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതാണ് ഉണ്ടായത്. ഞാൻ സംഭവം അത് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പോൾ ഡബ് ചെയ്യുമ്പോഴാണ് ഞാനത് കണ്ടത്. അല്ലെങ്കിൽ ഞാൻ ഈ വർത്തമാനം പോലും ഒഴിവാക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാനത് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാലത്തൊരു പോക്ക് പോയതാ, പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോയി അവിടെ നിന്ന് ചായയും പിന്നെ എന്തിട്ടാണ് അച്ചപ്പം ലഡു ഒക്കെ കഴിച്ച് ചായ കൂടി വരെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ചാക്കോച്ചനും ഉറങ്ങിയിട്ടില്ല, പാച്ചും ഉറങ്ങിയിട്ടില്ല. തോമു പിന്നെ അങ്ങനെ ഉച്ചയ്ക്ക് കാര്യമായിട്ട് ഉറങ്ങണ കുട്ടിയല്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ചാക്കോച്ചൻ ഓടിപ്പോയി നോക്കിയപ്പോൾ അവൻ്റെ കൊറിയർ ചേട്ടനാണ്. അപ്പോൾ ഇവൻ വരുമ്പോൾ എപ്പോഴും ഇവൻ പുറത്തിറങ്ങി വന്നിട്ട് ഇവനാണ് കൊറിയർ വാങ്ങിക്കുന്ന ആൾ കേട്ടോ. അപ്പോൾ ഈ മോനോട് ഞാൻ അവൻ ആദ്യമായിട്ടാണ് കാണണം. അപ്പോൾ ഞാൻ എവിടെയാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അഞ്ചേരിയിലാണ് വീട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ വെറുതെ അവനെ കളിയാക്കി, നീ നാളെ തൊട്ട് വയറിലാവിടാന്നൊക്കെ പറഞ്ഞ് ഞാൻ തമാശയ്ക്ക് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ സാധനവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കയറി. അപ്പോൾ നോക്കിയപ്പോൾ ഒരെണ്ണം ചുരിദാറായിരുന്നു. ചുരിദാറെന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഡിമ്പിളിനും ഡിവൈനും ഒരുപോലെ മെൽബിൻ എന്ന് പറഞ്ഞിട്ട് ഒരു മോള് ചുരിദാറല്ല ഫ്രോക്കും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മോള് എനിക്ക് വേണ്ടിയിട്ട് അയച്ചതാണ് ഈ ചുരിദാർ. അത് ഡിവൈൻ്റെ അഡ്രസ്സിലാണ്. അതാണ് ഞാൻ പേരൊരു സംശയം പറഞ്ഞത്. അനു എന്നാണ് പറയാറ്. അപ്പോൾ അയച്ചതാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് കണ്ടത്. അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഡിവൈൻ്റെ നിന്ന് വേണം നമ്പർ വാങ്ങിച്ചിട്ട്. ഒരു ഡിവൈൻ പറഞ്ഞു ഓൾറെഡി വാങ്ങിയെന്ന് മമ്മിക്ക് കൊടുത്തു എന്നൊക്കെ പറയും. എന്നാലും ഞാൻ പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കും നല്ല ഇഷ്ടമായി. അടുത്ത പാക്ക് ഇതേ തുറന്നപ്പോൾ നമ്മളുടെ ചെടിയാണ് കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ചെടി കൊണ്ടുവന്നത് അങ്ങനെ ക്ലോസ് ചെയ്ത് വിട്ടു എന്നുള്ളത്. കാരണം ഒരു നിലയ്ക്കും ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ ഒരു ഇതുമില്ല. ഇത് ഒരെണ്ണം ഞാൻ ചെയ്തതാ എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കാരണം അകത്തിനി മറ്റേ തരം ചെടികൾ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് ഒരു പ്രശ്നം വേണ്ട, അല്ലെങ്കിൽ വേണ്ട വാടി, അല്ലെങ്കിൽ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നുള്ളൊരു പ്രശ്നം വേണ്ടാന്ന് ചോദിച്ച് തൽക്കാലം ഞാൻ അക്കിരോടെ കണ്ടപ്പോൾ ഒരെണ്ണം ഓർഡർ ചെയ്തതാണ്. അങ്ങനെ കുട്ടികളൊക്കെ അവരവരുടെ പിള്ളേർസിനെയും കൊണ്ട് ഞാൻ ഒക്കെ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡിക്ക് പകലൊന്നും പോകാത്തതുകൊണ്ട് ഡാഡിക്ക് പോകാനായിട്ട് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഡാഡിയും പോയി. അപ്പോൾ ഞാൻ ആദ്യം ചായ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ കുറച്ച് സാധനം കൊണ്ടുവന്നത് ഇന്നലെ ഫ്രിഡ്ജിൽ ഇരിക്കുക, മുന്തിരി അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ചായ ഏതായാലും കാപ്പി ഒന്ന് കുടിച്ചതല്ലേ, എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഇതാവാമെന്ന് ചോദിച്ചു. ഇതും കൊണ്ട് ഞാൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇരുന്നതാണ്. കാരണം നിങ്ങൾക്കറിയാം കാലത്ത് തൊട്ട് ഞാൻ ഒന്നിനും ഇരുന്നിട്ടില്ല. ഞാൻ ചില ദിവസം അങ്ങനെ നമ്മൾ ഇട്ടെറിഞ്ഞ് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ പോയില്ലെങ്കിൽ കാര്യമില്ല. അങ്ങനെ ഞാൻ വേഗം സന്ധ്യ കുട്ടികൾ ഇറങ്ങണതിന് മുമ്പായിട്ട് ഞാൻ വേഗം ചന്ദനത്തിരി കത്തിച്ചു. എന്നിട്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ചാക്കോച്ചൻ വന്നപ്പോൾ ചാക്കോച്ചൻ ചുമ തുടങ്ങി. ചാക്കോച്ചന് ഒട്ടും പറ്റില്ല കേട്ടോ. അങ്ങനെ ഞാനത് ഊതിക്കെടുത്ത് ചെയ്ത് അതും ഞാൻ 2 എണ്ണം കത്തിച്ചിട്ടുണ്ടായിരുന്നു. അവൻ വരണതിന് മുമ്പ് കത്തിക്കഴിയില്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പറ്റാണ്ടായപ്പോൾ ഞാനത് ഊതിക്കെടുത്ത് ചെയ്തേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിരുന്നു. ഡിവൈനും ഡിമ്പിളും കിച്ചണിലത്തെ കാര്യങ്ങളൊക്കെ ഇരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കഞ്ഞി വെച്ചാൽ മതി, കഞ്ഞിയാകുമ്പോൾ എനിക്കും കുടിക്കാനൊരു സുഖമാണ്. പിന്നെ എനിക്കിഷ്ടവും കഞ്ഞിയാണ്. പിന്നെ ചാക്കോച്ചൻ കഞ്ഞിയുടെ ആളാണ്, പാച്ചു കഞ്ഞിയുടെ ആളാണ്. ഡാഡിക്ക് പിന്നെ ഇന്നത് വേണം എന്നൊന്നുമില്ല. ഡോണിന് ചപ്പാത്തിയാണ് ഇഷ്ടം, ചപ്പാത്തി ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഇത് എൻ്റെ തോമുട്ടൻ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. തോമുട്ടൻ ഇപ്പോൾ ഫോട്ടോസ് നല്ല കണ്ടമാനം എടുക്കും, സെൽഫി എടുക്കും, ഫോട്ടോസ് എടുക്കും, ഭയങ്കര ഇൻട്രസ്റ്റ് അവനെടുക്കാൻ. അപ്പോൾ അവനെടുത്തൊരു ഫോട്ടോ എന്നെ കാണിച്ചത്. അപ്പോൾ ഞാനതൊന്ന് നിങ്ങളെയും കൂടി കാണിച്ചതാണ് കേട്ടോ. അവനും ഭയങ്കര സന്തോഷമാവും. അവനിടയ്ക്ക് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണും. അപ്പോൾ നാളെ ഇനി അവൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ മമ്മി എന്ന് അവൻ എന്നെ വിളിക്കാം. മമ്മി ഞാൻ കാണിച്ച ഫോട്ടോ കാണിച്ചല്ലോ എന്ന് പറയുമ്പോൾ അവനും ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കുട്ടികളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കാണുമ്പോൾ അതിപ്പോൾ പാച്ചുവിൻ്റെ ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാച്ചുവിന് എടുത്ത വഴിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ മൂപ്പർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, നമുക്ക് ഈ പറഞ്ഞ പോലെ കാണിക്കാവുന്ന അവർക്ക് കൊടുക്കാവുന്ന സന്തോഷം നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുക നമ്മൾക്ക് എന്താ പറയുക, എനിക്കത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ മറ്റേ കിൻഡർ ജോയ് സർപ്രൈസായിട്ട് 3 ആൾക്ക് കൊടുക്കാം കേട്ടോ ഡിവൈൻ. അപ്പോൾ പാല് കൊണ്ടുവരുന്ന കൂട്ടത്തിൽ വാങ്ങിച്ചത്. അപ്പോൾ ചാക്കോച്ചന് ഇന്ന് ആദ്യമായിട്ടാണ് കൊടുക്കണേ. ചാക്കോച്ചന് അങ്ങനത്തെ ഒന്നും കൊടുക്കാറില്ല. അപ്പോൾ അവനെപ്പോഴും അത് ഭയങ്കര ആകാംക്ഷ ഇത് കാണുമ്പോൾ. അപ്പോൾ ചാക്കോച്ചന് ഭയങ്കര ഇഷ്ടമായിട്ട് അവൻ്റെ സർപ്രൈസും കാര്യങ്ങളും നോക്കിയാൽ. അപ്പോൾ ഇവർക്ക് പിന്നെ സ്ഥിരമാണ് ഉമ്മൻ കൊടുത്ത് കിൻഡർ ജോയ് വാങ്ങിക്കുക എന്നുള്ളത്.
അപ്പോൾ ചാക്കോച്ചൻ എന്ത് ചെയ്യണമെന്ന് പിടുത്തല്ലാണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തോമുന് തുറന്ന് സംഭവം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാളിങ്ങനെ വരിയായിട്ട് നിൽക്കുക, എനിക്കോ നിനക്കോ എന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞോടാ ചാക്കോച്ചന് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ചാക്കോച്ചനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ എന്താ പറയുക, എനിക്ക് വേണം ആദ്യം എന്നുള്ള അങ്ങനത്തെ ഒരു ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കണ്ടോ, അവൻ ഒരു കൂസലും ഇല്ല. അവനങ്ങനെ നോക്കി നിന്ന് എനിക്ക് വേണം എന്ന് പറഞ്ഞ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ടാണ് അവന് ഇങ്ങനെ ഒരു സാധനം കൊടുക്കുന്നത്. അവനങ്ങനെ സ്വീറ്റ്സ് ആയാലും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. അപ്പോൾ അവന് വേണ്ടത് ഇതല്ല, അവന് വേണ്ടത് നമ്മളുടെ അതിലത്തെ ടോയ് ആണെന്ന് പറഞ്ഞിട്ടാണ് വാശി കേട്ടോ. വാശിയല്ല, വെറുതെ ഒരു കിണുക്കം. അങ്ങനെ ഞങ്ങളിത് ആദ്യമായിട്ട് വെച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ മൂപ്പരും കഴിച്ചു, ഇഷ്ടമായി മൂപ്പർക്ക്. അപ്പോൾ ഡോൺ വേഗം ഈ ടോയ്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ കുട്ടികളെ പറ്റിക്കുന്ന ടോയ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് 2 കാറ് ഉണ്ടാക്കി അത് അവർക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ ചാക്കോച്ചന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ സോ യമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് നല്ല പോളിങ് കേട്ടോ. ഇഷ്ടമാണ് അവനെ അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് തന്നെ മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായി ഇന്ന്. അപ്പോൾ ഇന്ന് കഞ്ഞിക്ക് ഞാൻ പറഞ്ഞു ഇന്നലെ കൊണ്ടുവന്ന കായ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അത് കായേന്ന് കുറച്ചെടുത്തിട്ട് ഉപ്പേരി വെച്ചാൽ കുഴഞ്ഞിരിക്കുന്ന പരുവല്ലേ, അപ്പോൾ കഞ്ഞിക്ക് നല്ലതാണ്. അപ്പോൾ ആ ഉപ്പേരി വെച്ചോ. പിന്നെ ഒടിപ്പയറുണ്ട് എന്ന് പറഞ്ഞു ഡിമ്പിൾ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ എടുത്ത് ഇന്ന് കഞ്ഞിയാക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഡിമ്പിൾ കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് അരിഞ്ഞു വെച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഞ്ഞിയൊക്കെ കുടിച്ച് ഡിവൈനും ഡോണും എനിക്ക് തോന്നുന്നു ചപ്പാത്തിയാണ് കഴിച്ചത്. അവരിതേ കഴിഞ്ഞ് പാക്കേജ് മുകളിലേക്ക് കയറിയിട്ടോ. കാരണം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ആരും അങ്ങനെ കാര്യമായിട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം വന്ന് ഡാഡിയും ഞാനും ദേ കഞ്ഞി എടുത്തു. ഒടിപ്പയർ ഉപ്പേരിയുണ്ട്, പിന്നെ നമ്മുടെ തൃശ്ശൂർക്കാർ കാച്ചണ സ്റ്റൈലിൽ നമ്മുടെ കായ ഉപ്പേരി, നല്ല കുഴമ്പൻ കായ അതും എടുത്ത് പപ്പടവും കൂടി വറുത്തു. അപ്പോൾ ഇന്ന് ഞാൻ പപ്പടം എടുത്തു. അപ്പോൾ ഇത് നമ്മൾ സാധാരണ നിങ്ങളൊക്കെ വീടുകളിൽ ചെയ്യണതോ അച്ചാറിട്ട കുപ്പിയിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചൊന്ന് കുലുക്കിയിട്ട് അതിലൊഴിക്കുമ്പോൾ അതങ്ങോട്ട് പിടുത്ത് കഴിക്കുമ്പോഴത്തെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല ഇളം ചൂട്ടോടുകൂടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണല്ലോ. നിങ്ങൾ കഴിക്കാത്തവരൊന്നും ഉണ്ടാവില്ല. ചട്ടി വടിച്ചവർ, അച്ചാറിൻ്റെ കുപ്പിയിൽ ചോറിട്ട് കഴിച്ചവരൊക്കെ കഴിക്കാത്തവർ വളരെ കുറവാകും. അങ്ങനെ ദേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടപ്പോൾ ഡിമ്പിൾ പറഞ്ഞു മമ്മി ബാക്കി കാര്യങ്ങൾ നോക്കിക്കോ, ഞാൻ ദേ ചെയ്തോളാം. അപ്പോൾ നാളേക്ക് പരിപ്പും തക്കാളിയും വെച്ചിട്ടുണ്ട്. ഒടിപ്പയർ തൊട്ടിട്ടില്ല. അപ്പോൾ ഞാനും ഡാഡിയും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു കഞ്ഞിക്കല്ല ഒരു ഉപ്പേരി മതി എന്നിട്ട് ആ ഒരു ഉപ്പേരിയും പപ്പടവും അച്ചാറും കൂടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ പയറുപ്പേരി ഞാൻ അങ്ങനെ തൊടാണ്ട് മാറ്റി വെച്ചു. നാളെ നമുക്ക് എടുക്കാമല്ലോ, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. പിന്നെ 2 ഉപ്പേരിയുടെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചു. ഞാൻ ദേ പതിവ് പോലെ നമ്മുടെ പിള്ളേർസിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇന്ന് ഞാൻ വാരി കൊടുക്കാൻ നിന്നില്ല കേട്ടോ. കാരണം പോയി വന്നപ്പോൾ തൊട്ട് എനിക്ക് മറ്റേ പാക്കിങ്ങിൻ്റെയും ഇതിൻ്റെയൊക്കെ പണികളുണ്ടായിരുന്നു. പിന്നെ നാളത്തെ, അതായത് നിങ്ങൾ ഇന്ന് കാണേണ്ട ഡ്രീം കളക്ഷൻസിൻ്റെ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളോട്ടോ. കണ്ടമാനം കളക്ഷൻസ് ഉണ്ട്. 2 മണിക്കാണ് ഞാനത് പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് അത് കാണുക. അപ്പോൾ ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വൈറ്റ് നെക്ലസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കളക്ഷൻസ് ഉണ്ടാവില്ല. കാരണം എൻ്റെ ഫോൺ ഹാങ് ആയതുകൊണ്ട് തന്നെ ഞാനതൊക്കെ അപ്പം ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഓരോ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫോട്ടോസും ഉണ്ട്. ഇനിയിപ്പോൾ വീഡിയോസ് കംപ്ലീറ്റ് കാണാൻ ഒക്കെ 6 മിനിറ്റ് 7 മിനിറ്റ് ഉള്ളൂ. അതായത് ബോറടിക്കാത്ത രീതിയിലുള്ള വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കണേ, അതിൻ്റെ വിശദമായി കാണണമെങ്കിൽ ഫോർവേഡ് അടിച്ച് ആ വീഡിയോസ് ഒന്ന് കാണാം. ആ ഒരു ഫോർമാറ്റിലാണ് ഞാൻ എല്ലാതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു എളുപ്പത്തിന് ബോറടിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, അങ്ങനെയാണ് ചെയ്തേക്കണത്. അപ്പോൾ അതെ നമ്മുടെ അമ്മയും മോനും രണ്ടാമത്തെ സെക്ഷൻ, ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. സെക്കൻഡ് സെക്ഷനാണ് അവരിതേ കുളിയും ജമ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പതിവില്ലാണ്ട് ഞാൻ 2 വട്ടം അവനെ വഴക്ക് പറയേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ അതിന് എന്നോട് സോറി പറയാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അമ്മാമ്മേനെ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡിമ്പുവിനെയാണ് ഇഷ്ടം. പിന്നെ പറഞ്ഞു അമ്മാമ്മേനെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തിനാ, അപ്പോൾ അവൻ അമ്മോട് പറയാം അമ്മാമ്മ അടിച്ചു. അപ്പോൾ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ചാക്കോനെ അടിച്ചിട്ടാണ്. അവൻ ചാക്കോനെ അടിച്ചതല്ല, അവൻ ഒന്ന് നീങ്ങിയപ്പോൾ ചാക്കോ അറിയാണ്ട് വീണു. അപ്പോൾ ചാക്കോ കരഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടു. അപ്പോൾ ഇങ്ങനെ കുട്ടികളല്ലേ, അവർ വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് കാര്യങ്ങൾ ഇങ്ങനെ പറേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നോക്കിയപ്പോഴാണ് അവനൊരു പല്ലീനെ കണ്ടത്. അപ്പോൾ പല്ലിയോട് പറയാം പോയി കിടന്ന് ഉറങ്ങ് പല്ലിയെന്ന്.
അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോടും പറഞ്ഞു അമ്മാമ്മ പോയി കിടന്ന് ഉറങ്ങിക്കോ ബായ് എന്നൊക്കെ പറഞ്ഞ് കുരിശ് വരച്ച് പിന്നെ അങ്ങനെ പോയിട്ടോ. അപ്പോൾ അവന് ആ പനിയുടെ ഒന്ന് നല്ല ഉഷാറായിട്ട് വന്നതായിരുന്നു. ഒന്ന് പനിയും കാര്യങ്ങളും വന്നതോട് കൂടിയിട്ട് അവൻ വീണ്ടും ഒന്ന് ക്ഷീണിച്ചു. പക്ഷേ അവന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നാവുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. പക്ഷേ ആ 3 ദിവസത്തെ പനി ഞാൻ പറഞ്ഞില്ലേ 104 ഡിഗ്രി പനിയായിരുന്നു. അത് ആ മാമോദിസ കഴിഞ്ഞിട്ടുള്ള ആ 3 ദിവസം അവൻ എന്താ പറയുക ഭയങ്കര പനിയായി. അപ്പം അത് വീണ്ടും കീഴ്പ്പെട്ടൊക്കെയായി. അതിപ്പോൾ അവിടെ പോയതുകൊണ്ടോ ഇവിടെ നിന്നതുകൊണ്ടോ ഒന്നും അല്ല കേട്ടോ. കുട്ടികൾക്കാകുമ്പോൾ കാലാവസ്ഥ അനുസരിച്ച് മാറും. ചാക്കോച്ചൻ ഇവിടെയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നിട്ടും അവന് വയ്യാണ്ടായി. കാരണം ഞാനിതിങ്ങനെ പറയണത് ഇത് ഏറ്റിങ്ങോട്ട് പറയുന്ന 2-3 കുട്ടികളുണ്ട്. എന്താ അവിടെ പോയിട്ടാണോ ഇങ്ങനെ വന്നതെന്നൊക്കെ. ഞാൻ അങ്ങനെയുള്ള അർത്ഥത്തിലൊന്നും അല്ല നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അതൊന്നും വളച്ചൊടിച്ച് വേറെ രീതിയിൽ കൊണ്ടുവരാണ്ടിരിക്കുക. അങ്ങനെ ഇഷ്ടമുള്ള 2-3 കുട്ടികൾ സ്ഥിരം നമ്മളുടെ വ്യൂവേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവരുടെ കമൻസൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളയാൻ പതിവ്. എന്തിനാ വേണ്ടാത്തത് കേൾക്കണേ, മറ്റുള്ളവരും കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും നടക്കും. അങ്ങനെ എല്ലാം ഭംഗിയായി നടന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കട്ടെ. നമുക്ക് നാളെ കാണാം. ബൈ.